അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഖുർആനിൽ 4 പേജുകളോളം ആവർത്തിച്ചിട്ടുള്ള 25 പ്രവാചകന്മാരുടെ പേരുകളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാത്ത ആളുകളുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. എങ്കിൽ ഖുർആനിൻ്റെ 4 പേജുകളോളം അതിൻ്റെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയ രൂപത്തിലാകും. അപ്പോൾ അതിലൊന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ ഇബ്രാഹിം, നൂഹ്, ലൂത്ത്, യൂസുഫ്, ആദം, ഈസ, ഹാറൂൻ, ഇസ്ഹാഖ്, സുലൈമാൻ, ദാവൂദ്, യഅഖൂബ്, ഇസ്മായിൽ, ഷുഐബ്, ഹൂദ്, സ്വാലിഹ്, സക്കരിയ, യഹ്യ, അയ്യൂബ്, മുഹമ്മദ് അല്ലെങ്കിൽ അഹ്മദ്, യൂനുസ്, അൽയസ, ഇദ്രീസ്, ഇലിയാസ്, ദൽ കിഫ്ലി അലൈഹിസ്സലാത്തു വസ്സലാം അജ്മഈൻ. ഇങ്ങനെ തുടങ്ങി 25 പ്രവാചകന്മാരുടെ പേരുകൾ 513 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. ഖുർആനിൽ ഓരോ പേജിലും ഏകദേശം 130ഓളം പദങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ നോക്കിയാൽ 4 പേജുകളോളം 25 പ്രവാചകന്മാരുടെ പേര് തന്നെ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ 25 പ്രവാചകന്മാരുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ 7 പദങ്ങൾ പഠിച്ചിരുന്നു. അത് 37 പേജുകളോളം ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും 7ഉം അതേപോലെ ഈ 4 പദങ്ങൾ 11 പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ 41 പേജുകളോളം ഖുർആനിൻ്റെ അർത്ഥം, അതിൻ്റെ പദത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആവും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ ഖുർആൻ പഠിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ ഖുർആൻ പഠിക്കുവാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.